കഴക്കൂട്ടത്ത് ബാറിലെ കത്തിക്കുത്തിൽ ഒന്നാം പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. നേരത്തെ കൊലക്കേസിൽ പ്രതിയായ ശ്രീകുട്ടൻ എന്ന അഭിജിത്താണ് ബാറിൽ യുവാക്കളെ കുത്തിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്നു. ഷഫീദ്, സംഭവത്തിൽ എത്ര പേർക്കെതിരാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് കസ്റ്റഡിയിലുള്ളത്? വിവരങ്ങൾ. സുഹേലെ, കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ടെക്നോ പാർക്കിന് സമീപത്തെ വൈൻ പാർലറിൽ സംഘർഷമുണ്ടായത്. പിറന്നാൾ ആഘോഷത്തിനെത്തിയവരും പാർലറിലെ മറ്റൊരു സംഘവും തമ്മിലുണ്ടായ വാക്കേറ്റമാണ് കത്തിൽ കുത്തിൽ കലാശിച്ചത്. ശ്രീകാര്യം സ്വദേശികളായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഷാലു, സൂരജ്, വിശാഖ്, സ്വരൂപ്, അതുൽ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ മറ്റ് പ്രതികൾ, പ്രധാന പ്രതികൾ ഈ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയായിരുന്നു. ഇവർക്ക് വേണ്ടി CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിലാണ് ഇതിലെ ഒന്നാം പ്രതി, അതായത് യുവാക്കളെ കത്തികൊണ്ട് ആക്രമിച്ച പ്രതിയെ പോലീസ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇയാൾ ചിറയൻകീഴ് സ്വദേശിയായിട്ടുള്ള ശ്രീകുട്ടൻ എന്ന അഭിജിത്താണ് ഈ സംഭവത്തിലെ ഒന്നാം പ്രതി. ഇയാൾ കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള ഒരു ജിമ്മിൽ ട്രെയിനറായി ജോലി നോക്കുകയായിരുന്നു. 2021 ചിറയൻ കീഴിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിലും അഭിജിത്ത് പ്രതിയാണ്. അഭിജിത്തിനായി പോലീസിന്റെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ, ശരി. ബാറിലെ കത്തിക്കുത്തിന് നേതൃത്വം നൽകിയത് കൊലക്കേസ് പ്രതിയാണ്. ഇയാൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.